നമസ്കാരം കുട്ടികളെ, റീഗൽ ആക്മി കോളേജിന്റെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ NAOI സീനിയർ സെക്കൻഡറി വിഭാഗത്തിലെ ഇംഗ്ലീഷ് ചാപ്റ്റർ ഇഫ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതൊരു പോയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ആർക്കെങ്കിലും നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ടോ കമന്റിലോട്ടോ നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നമ്മൾ നോട്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് തിയറി ബേസ് ചെയ്താണ്. നമുക്ക് കുറെ TMA പോർഷൻസ് എന്ന് ഞാൻ പറയുന്നത് പോലെ TMA പോർഷൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് എല്ലാം നമ്മുടെ തിയറി പോർഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് തിയറി പോർഷനിലെ ചാപ്റ്റർ 30 ഇഫ് എന്ന് പറയുന്ന ഒരു പോയമാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയമാണ് എടുക്കാൻ പോകുന്നത്. അതപ്പോൾ നമുക്ക് ഇതിലാണെങ്കിൽ പ്രധാനമായിട്ടും 4 സ്റ്റേൻസ് ആണുള്ളത്. അതായത് 4 സ്റ്റേൻസ്, അതായത് ഓരോ സ്റ്റേൻസിലും 8 ലൈൻ വെച്ചിട്ടായിരിക്കും അതിലെല്ലാം ഉണ്ടായിരിക്കും. അതിൽ റൈമിംഗ് വേർഡ്, അതേപോലെ റൈമിംഗ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതിൽ ഇഫ് എന്ന് പറയുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഇഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ക്ലാസ് ആണ് അല്ലെ. നീ അത് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ നന്നായേനെ, അല്ലെങ്കിൽ നീ ഇപ്പൊ പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചിരുന്നുവെങ്കിൽ, നീ നല്ല പഠിച്ചിരുന്നുവെങ്കിൽ നീ പരീക്ഷയിൽ പാസ്സാവുമായിരുന്നു. ഇങ്ങനെ 2 ക്ലാസ്, അതായത് ഒരു മെയിൻ ക്ലാസ്സും ഒരു സബോർഡിനേറ്റ് ക്ലാസ്സും ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് ഇഫ് നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കവിതയിൽ അങ്ങനെ തന്നെയാണ് കുറെ കാര്യങ്ങൾ. അതായത് ആദ്യത്തെ ഏകദേശം നാലാമത്തെ സ്റ്റാൻസിന്റെ അവസാനം വരെ നമുക്ക് എന്താണ്, ആയിരുന്നുവെങ്കിൽ നിങ്ങൾ എന്താകുമായിരുന്നു എന്നാണ് നമ്മുടെ ഒരു കവി ഇവിടെ പറയുന്നത്. അതായത് നമ്മുടെ കവി എന്ന് പറയുന്ന റുഡ്യാർഡ് കിപ്ലിംഗ്സ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലീഷ് റൈറ്റർ ആണ്. അദ്ദേഹം ഇത് ഒരു ഡിഡാക്റ്റിക് പോയമാണ്. മീൻസ് അദ്ദേഹം തന്റെ കുഞ്ഞിന്, അതായത് മകന് കുറച്ച് ഉപദേശങ്ങൾ കൊടുക്കുന്നതാണ് കഥ. നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ മകനെ, അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും പരിചയമുള്ള ആരെയും നമ്മൾ എന്ത് പറയും, ഒരു ഉപദേശം കൊടുക്കും, നീ നന്നായിട്ട് പഠിക്കണം കേട്ടോ എന്ന് നമ്മൾ ഉറപ്പിച്ച് പറയും, പഠിക്കണം. പക്ഷേ ഈ കവി പറയുന്നത്, നീ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ നിനക്ക് ഇന്നതാകാൻ പറ്റും. ഒരിക്കലും അത് കമ്പൽസറി, നിർബന്ധമായിട്ട് ആ കവി പറയുന്നില്ല. പക്ഷെ എന്ത് പറയുന്നു, പറയാതെ പറയുന്നു, നീ ഇങ്ങനെ ചെയ്താൽ നിനക്ക് എന്താവും, നല്ല നിലയിൽ എത്താം. ഇത് തന്നെയാണ് ഇഫ് എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷൻ ക്ലാസ് വെച്ചിട്ടാണ് കവി ഇത്രത്തോളം ഇത്ര സ്റ്റാൻസ് എഴുതിയിട്ടുള്ളത്. ഇതിന്റെ എല്ലാ മെയിൻ ആയിട്ട് ഒരു തീം എന്ന് പറയുന്നത്, നമുക്ക് ഒരു പെർഫെക്റ്റ് മാൻ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഭൂമിയിൽ എല്ലാം തികഞ്ഞവരായിട്ട് ആരും തന്നെയില്ല. പക്ഷേ നമ്മുടെ സ്വഭാവം, അല്ലെങ്കിൽ നമ്മുടെ പേഷ്യൻസ് കൊണ്ട്, ഹോണസ്റ്റി, ഇങ്ങനെ പലതരത്തിലുള്ള സ്വഭാവ സവിശേഷതകൾ കൊണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ ലോകത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് മേൻ ആവാൻ പറ്റുമെന്നാണ് കവി എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതെങ്ങനെയാണ്, ഒരു ഉപദേശ രൂപത്തിൽ, ഒരു അഡ്വൈസ് ആയിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഒരു ഫാദർ അഡ്വൈസ് ചെയ്യുകയാണ്. ആർക്ക്, തന്റെ മകന് ഒരു നല്ല പെർഫെക്റ്റ് മേനാകാൻ എന്തൊക്കെ യോഗ്യത വേണം, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നീ ഒരു പെർഫെക്റ്റ് മേനാകാൻ പറ്റൂ എന്നാണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. ഓക്കെ, ഇതിലാണെങ്കിൽ നമുക്ക് കുറച്ച് മെറ്റാഫർ ഉണ്ട്, അതേപോലെ പേഴ്സണലിഫിക്കേഷൻ ഉണ്ട്. ഇങ്ങനെ കുറെ കവിത, നല്ലൊരു നമുക്ക് ഒരു എന്ത് പറയുന്ന തീം തരുന്ന ഒരു കവിത തന്നെയാണ് ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഓരോ സ്റ്റാൻസ് വായിച്ചിട്ട് അതിലെന്താണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻസിൽ എന്താണ് ഉള്ളത്, അതിൽ എന്തൊക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് ആദ്യമേ നോക്കാം. ഫസ്റ്റ് സ്റ്റാൻസ് നോക്കിക്കോളൂ. ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് വെൻ all about you are losing there and blaming it on you. If you can trust yourself when all men doubt you, but make allowance for the doubting you. If you can wait and not be tired, be waiting, or being lied about, don't deal in lies. Or being hated, don't give way to hating, and yet don't look too good, nor talk too wise. ഇതിൽ തന്നെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേൻസ് ഞാൻ പറഞ്ഞു, ഓരോ 4 സ്റ്റേൻസ് ഉണ്ട്. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേൻസ് തന്നെ ഇഫ് യു എന്ന് പറയുന്നത് നമ്മുടെ ഇഫ്, അതായത് ഈ ഒരു പോയമിൽ ആദ്യം തുടങ്ങുന്നതിന് ഇഫ് ആണ്. ആദ്യത്തെ ആ ലൈൻസിൽ പറഞ്ഞിരിക്കുന്നത്, നിനക്ക് തലയുയർത്തി നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ വേറൊരാള് നമ്മളെ ബ്ലെയിം ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്താണ്, നമ്മളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ തലയുയർത്തി നിൽക്കാൻ പറ്റും. കൂടാതെ എന്താണ്, നിനക്ക് ഒരു ഡൗട്ട്, സ്വയം നീ വിശ്വസിക്കുന്നുവെങ്കിൽ, വേറെ ഒരാൾ നിന്നെ പറ്റി കള്ളം പറഞ്ഞുകൊള്ളട്ടെ, നിന്നെ പറ്റി കുറ്റം പറഞ്ഞുകൊള്ളട്ടെ, പക്ഷേ അതൊക്കെ നിന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, നിന്നിൽ ട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിനക്ക് എന്താണ്, നീ ചെയ്തത് ശരിയാണ്, നിനക്ക് എന്താണ് മനസ്സിലുണ്ടായിരിക്കുകയും ചെയ്യും. പക്ഷേ അലവൻസ് എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടായിരിക്കും നിന്നെ എന്ത് ചെയ്യുന്നത്, ബ്ലെയിം ചെയ്യുന്നത്.
അത് എന്ത് കാര്യമാണെന്ന് നീ നിരീക്ഷിക്കുക കൂടെ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അവസാനം വരാം യു ആർ എ പെർഫെക്റ്റ് മാൻ ആവുകയുള്ളൂ. ആദ്യം എന്താണ് പറയുന്നത്? നിന്നിൽ വിശ്വാസം നിനക്കുണ്ടായിരിക്കണം. നിന്നിൽ വിശ്വാസം ഉണ്ടായിരിക്കും. നിന്നെ ഏത് മനുഷ്യൻ ബ്ലെയിം ചെയ്താലും പിന്നെ എന്ത് കുറ്റങ്ങൾ നിന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും നിന്നിൽ ഒരു വിശ്വാസം, ട്രസ്റ്റ് ഇതെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് എന്താകാൻ കഴിയും? ഇതിനെല്ലാം അതിജീവിക്കാൻ കഴിയുമെന്നും പറയുന്നുണ്ട്. അടുത്തെന്താണ് പറയുന്നത്? ഇഫ് യു ക്യാൻ വെയിറ്റ് ആൻഡ് നോട്ട് ബി ടയർഡ് ബൈ വെയിറ്റിംഗ് ഓർ ബീങ് ടു ലൈഡ് അബൌട്ട്, നിന്നെ കുറിച്ച് ഒരാൾ കള്ളം പറയുകയാണ്, അല്ലെങ്കിൽ നീ പറഞ്ഞ ഒരു സത്യസന്ധമായ ഒരു വേർഡിനെ കള്ളമായി വളച്ചൊടിക്കുകയാണ് എങ്കിലും, അല്ലെങ്കിൽ ആ കള്ളം നീ തന്നെ പറയാതിരിക്കുകയാണെങ്കിലും, അത് തന്നെ നീ റിപ്പീറ്റ് ചെയ്തില്ല എങ്കിൽ, മനസ്സിലായോ? അതായത് ഒരു കള്ളം, ഇതിപ്പോ നമ്മൾ ഒരു കാര്യം പറയുന്നു, ആ കാര്യം എന്താണ് വളച്ചൊടിച്ച്, നമ്മൾ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും പറയുക. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ആ കാര്യത്തെ വേറൊരാൾ വളച്ചൊടിച്ച് കള്ളമായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ കള്ളം നീ വിശ്വസിക്കാതിരിക്കുകയും ചെയ്താൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. നീ അത് പക്ഷെ എന്താണ്? നിരീക്ഷിക്കണം. എന്താണ് അയാൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ള നിരീക്ഷണ ബോധവും നിനക്ക് ഉണ്ടായിരിക്കാൻ മാത്രമേ യു ആർ എ പെർഫെക്റ്റ് മാൻ എന്നും കവി പറയുന്നുണ്ട്. And yet don't look too good or talk too wise. അതുപോലെ നമ്മൾ കൂടുതൽ ഒരാളടുത്ത് കാര്യങ്ങൾ പറയുമ്പോൾ കൂടുതലായിട്ട് സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൂടുതലായിട്ട് ബുദ്ധിമാനാണെന്ന് നമ്മൾ നടിക്കുകയേ ചെയ്യരുത്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പരിധി ഉണ്ടല്ലോ. അപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു മനുഷ്യനാണെങ്കിൽ താൻ അഹങ്കാരം, അതായത് തനിക്കെല്ലാം അറിയാം, താൻ ഭയങ്കര ഒരു വലിയ ആളാണ്, തനിക്ക് എല്ലാ വിവരങ്ങളും ഉണ്ട് എന്ന് സ്വയം ഭയങ്കര ബുദ്ധിമാനാണെന്ന് നടിക്കുക പോലും, അതായത് ബുദ്ധി ഉണ്ടെന്ന് നടിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ അഹങ്കരിക്കാനോ പാടില്ല. എങ്കിൽ നമ്മളാണ് അതിലെ പെർഫെക്റ്റ് മാൻ. ആദ്യത്തെ സ്റ്റാൻസിൽ അത്രയാണ് എന്തോന്ന് പറയുന്നത്. അതായത് നമ്മൾ സ്വയം നമ്മൾ എന്ത് ചെയ്യുക? ബിലീവ് ഇൻ ഹിംസെൽഫ്. നമ്മൾ സ്വയം നമ്മൾ എന്ത് ചെയ്യുക? വിശ്വസിക്കുക എന്നാണ് കവി അതിൽ പറയുന്നത്. ഓക്കെ, ഇത്ര ഈ റൈമിൽ വരുന്നത്, അതിന്റെ റൈമിംഗ് എന്ന് പറയുന്നത് എ ബി സി ആണ്. അതായത് നമ്മൾ ആദ്യത്തെ സ്റ്റേൻസിൽ നോക്കിക്കോളൂ. വെൻ ആൾ അബൌട്ട് യു, യു എന്ന് പറയുമ്പോൾ നമുക്ക് എ എടുക്കാം. ലാസ്റ്റ് രണ്ടാമത്തെ റൈലും യു എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അതിനെയും എ എന്ന് എടുക്കാം. അപ്പൊ യു എന്ന് പറയുമ്പോൾ എ എന്ന് വരുന്നു. അവിടുത്തെ എന്താണ്? അതായത് നമ്മൾ അടുത്ത് വേറെ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ മൂന്നാമത്തെ ലൈൻ നോക്കിയോളൂ. മെൻ ഡൗട്ട് യു, അതും നമുക്ക് എ അങ്ങ് എടുക്കാം. അടുത്ത് ഡൗട്ടിങ് ടു യു എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ വവ്വൽ സൗണ്ട്, അതും നമുക്ക് എ എന്നെടുക്കാം. അപ്പോൾ അവിടെ 4 സ്റ്റാൻസിൽ എന്താ പറഞ്ഞു? എ. അതാണ് നമുക്ക് എന്തോന്ന് പറഞ്ഞ റൈമിങ് നമ്മൾ പറയുമ്പോഴത്തേക്ക് വരുന്നത് എ. അടുത്ത നോക്കിയോളൂ. ടയേർഡ് ബൈ വെയിറ്റിംഗ്, അതായത് വെയിറ്റിംഗ് എന്ന് പറയുന്നത് വേറൊരാട് എയോട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ നമ്മൾ അതിന് എന്തോന്ന് എടുത്തു? ബി എന്നെടുത്തു. അടുത്ത നമുക്ക് നോക്കുക ലൈസ്, അതും വേറൊരു ആൽഫബറ്റ് ആണ്. അപ്പൊ നമുക്ക് അതിന് സി എന്നെടുക്കാം. അടുത്ത ഹാറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെയിറ്റിംഗിന്റെ അതേ ഇത് വന്നു. അപ്പൊ നമ്മൾ അതിനെ പിന്നെ എന്തെടുത്തു? ബി എന്ന് പിന്നെ എടുത്തു അല്ലെ, ഹാറ്റിംഗ് വെയിറ്റിംഗ്. അപ്പോൾ അതിനെ ബി എന്ന് എടുത്തു. അടുത്ത് നമ്മൾ നോക്കുക വൈസും ലൈസും സി എന്നെടുത്തു. അങ്ങനെയാണ് ഫസ്റ്റിലെ 4 ലൈൻസ് എ. അതേപോലെ എന്താണ് ബി സി എന്ന് പറഞ്ഞ് വരുന്നത്. അത് ആദ്യത്തെ ഫസ്റ്റ് ലൈൻസിലാണ് നമ്മൾ അത് പറഞ്ഞത്. ഓർമ്മിക്കുക, ആദ്യത്തെ ഫസ്റ്റ് ലൈൻ തന്നിട്ട് ക്വസ്റ്റ്യൻസിൽ ഇതിൽ ഏതിലാണ് റൈമിംഗ് മെത്തേഡിലാണ് വന്നിട്ടുള്ളത് എന്നിട്ട് എ 4 എ ഉണ്ട്. ഓക്കെ, എ അത് ബി സി അതായത് റൈമിംഗ് ലൈൻസ് നമുക്ക് അതാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ എഴുതുക. പിന്നെ ഇതിന് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് റിപ്പീറ്റേഷൻ ആയിട്ട് കുറച്ച് വേർഡ്സ് ഉണ്ട്. ഇഫ് യു ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ഉണ്ട് ഇഫ് യു ക്യാൻ, അതേപോലെ ഇഫ് യു ക്യാൻ ട്രസ്റ്റ്, ഇഫ് യു ക്യാൻ കീപ്പ്, ഇഫ് യു ക്യാൻ വെയിറ്റ്. ഇതെല്ലാം എന്താണ്? അനാഫസ് ആണ്, അതായത് റിപ്പീറ്റേഷൻ ആയിട്ടുള്ള വേർഡ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ആ ഒരു ലൈൻസിൽ എന്താണ് അനാഫസ് എന്ന് പറയുന്ന സംഭവം വന്നിട്ടുണ്ട്. ഒരു കവിതകളിൽ വരുന്നതാണ്. എന്താണ്? മെറ്റാഫറ, അതേപോലെ ഡൈഡാക്റ്റിക്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ എന്ത് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്? അനാഫർ എന്ന് പറയുന്ന സംഭവം കൂടെ, അതായത് റിപ്പീറ്റേഷൻ വന്നിട്ടുള്ള വേർഡ്സുകൾ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 4 സ്റ്റേൻസ് എന്താണ് നമ്മൾ പറഞ്ഞത്? ബിഹേവ്, ബിലീവ് യുവർ സെൽഫ്, അതായത് നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, നീ ഒരാളെ എന്താണ് നിന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിനക്കെതിരായിട്ട് എന്ത് കള്ളം പറഞ്ഞാലും നിനക്ക് തലയുയർത്തി നിൽക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ നീ അധികം അഹങ്കരിക്കരുത്. നീ നിന്നിൽ തന്നെ എന്ത് ചെയ്യാതിരിക്കുക? അഹങ്കരിക്കാതിരിക്കുക, കള്ളം പറയാതിരിക്കുക. ഇതെല്ലാം ചെയ്താൽ നിനക്ക് ഈ ലോകം നിന്റേതാണ്, ഈ ലോകം നിനക്ക് പിടിച്ചെടുക്കാൻ പറ്റും, ഒരു നല്ലൊരു പെർഫെക്റ്റ് മാൻ ആവാൻ പറ്റും എന്നാണ് ആദ്യത്തെ 4 ലൈൻസിൽ പറയുന്നത്. നെക്സ്റ്റ് നോക്കൂ. ഇഫ് യു ക്യാൻ ഡ്രീം ആൻഡ് ഡു നോട്ട് മേക്ക് ഡ്രീംസ് യുവേഴ്സ് മാസ്റ്റർ, ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യു എയിം. രണ്ടാമത്തെ സ്റ്റേൻസിൽ ആദ്യത്തെ 2 ലൈനിൽ എന്താണ്? ഇഫ് യു ക്യാൻ ഡ്രീം, നിനക്ക് എന്ത് ചെയ്യാം? സ്വപ്നം കാണാൻ പറ്റും അല്ലെ? സ്വപ്നം കാണാൻ. നോട്ട് മേക്ക് ഡ്രീംസ് യുവർ മാസ്റ്റർ, നിനക്ക് സ്വപ്നം കാണാം, പക്ഷെ ഒരിക്കലും ആ സ്വപ്നം നിന്റെ മാസ്റ്റർ ആവാൻ പാടില്ല. നമുക്ക് എത്രത്തോളം സ്വപ്നം കാണാം, പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ആ സ്വപ്നത്തിൽ എത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക?
പരിശ്രമിക്കുക. അല്ലാതെ സ്വപ്നജീവിയായിട്ട് മാത്രം നമുക്ക് നിന്നാൽ എന്താണ് നമ്മുടെ ആ ഒരു നമുക്ക് നേടേണ്ട കഴിവ് അല്ലെങ്കിൽ നമുക്ക് നേടേണ്ട സ്ഥാനം ഒന്നും ഒരിക്കലും എത്തിപ്പെടാൻ പറ്റുകയില്ല. നിനക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ ഡ്രീംസ്, നിനക്ക് എന്താണ് സ്വപ്നം കാണാൻ കഴിയും. പക്ഷേ ആ സ്വപ്നം നിന്നെ എന്ത് ചെയ്യാതിരിക്കുക? ഭരിക്കാതിരിക്കുക. നിന്റെ മാസ്റ്റർ ആവാൻ നീ ഒരിക്കലും ആ സ്വപ്നത്തെ സമ്മതിക്കരുത് എന്നാണ് അതിൽ ആദ്യത്തെ ലൈനിൽ പറയുക. പിന്നെ ഇഫ് യു ക്യാൻ തിങ്ക് ആൻഡ് നോട്ട് മേക്ക് തോട്ട്സ് യുവർ ലൈഫ്, നിനക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചിന്തിക്കാം, പക്ഷെ ആ ചിന്ത ഒരു ജീവി, അതായത് ചിന്ത മാത്രമായിട്ട് നിന്റെ എയിം മാറരുത്. നമുക്ക് സ്വപ്നം കാണാം, പക്ഷെ എന്താണ് സ്വപ്നം നമ്മൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി ശ്രമിക്കാം, നമുക്ക് ചിന്തിക്കാം, പക്ഷെ ആ ചിന്ത മാത്രം പോരാ. അതായത് എനിക്കിപ്പോ ഞാൻ ഇപ്പൊ സ്വപ്നം കാണാം, എനിക്ക് നല്ലൊരു ജോലി അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കാർ ഇതൊക്കെ വേണം, പക്ഷെ നമ്മൾ ഇവിടെ വീട്ടിലിരുന്ന് കൊണ്ട് മാത്രം ചിന്തിച്ച് അല്ലെങ്കിൽ സ്വപ്നം കണ്ടാൽ മാത്രം നമുക്ക് അതിൽ എത്തിപ്പെടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മൾ അതിനു വേണ്ടി എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അതാണ് പറയുന്നത്, നിനക്ക് സ്വപ്നം കാണാൻ പറ്റും, പക്ഷെ നിനക്ക് ചിന്തിക്കാൻ പറ്റും. പക്ഷെ എന്താണ് ആ രണ്ട് കാര്യങ്ങളും നിന്നെ എന്ത് ചെയ്യരുത്? ഭരിക്കുന്നത് ആവാൻ പാടില്ല. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. എന്നാൽ നീ നല്ലൊരു പെർഫെക്റ്റ് മാൻ ആയിട്ട് മാറും. അടുത്ത് ആൻഡ് ട്രീറ്റ് ദോസ് ഹൂം ഇഫ് യു ക്യാൻ മീറ്റ് വിത്ത് ട്രംപ് ആൻഡ് ഡിസാസ്റ്റർ ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. ഇതിൽ ഇമ്പോസ്റ്റർ എന്ന് പറയുന്ന വഞ്ചകൻ മീൻസ് ഒരാളിൽ തന്നെ ഒരു പോസിറ്റീവ് നെഗറ്റീവും കാണും, അല്ലെങ്കിൽ ആട്ടിൻ തോലിട്ട ചെന്നായി. എന്നാൽ ഇവിടെ കവി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് അതിന്റെ ട്രംപ് ആൻഡ് ഡിസാസ്റ്റർ, സക്സസ് ആൻഡ് ഫെയിലിയർ ആണ് അല്ലെ. ഒരു മനുഷ്യന്റെ ജീവിതം എടുത്താല് രണ്ട് വശങ്ങൾ, അതായത് നമ്മുടെ ഒരു ജീവിതത്തിൽ എടുത്താൽ ഒരിക്കൽ നമുക്ക് പരാജയം ഉണ്ടാവുന്നു, നമ്മൾ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് നമ്മൾ എന്താണ് വിജയത്തിലോട്ട് വരും. അപ്പോഴേ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വിജയവും പരാജയം ഉണ്ടാകും. എന്തോന്ന് പോലെയാണ്? ഇമ്പോസ്റ്റർ ആണ്. അതായത് നമ്മൾ നല്ലപോലെ വിജയിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിൽ അഹങ്കരിക്കരുത്, ഉടനെ തന്നെ എന്താവും? താഴ്ചയുണ്ട്. അതേപോലെ നമ്മൾ നമ്മൾ എന്താണ് ഫെയിൽ ആയി പോകുമ്പോൾ നമ്മൾ നിരാശപ്പെടുകയും ചെയ്യരുത്. എന്താണ് അതും നമ്മുടെ ജീവിതത്തിലുള്ള രണ്ടും ഒരേപോലെ നമ്മളെ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് നമ്മളെ പെട്ടെന്ന് എന്ത് ചെയ്യും? താഴത്തിലേക്ക് എത്തിരും. അതേപോലെ താഴ്ന്നു വരുന്ന നമ്മുടെ എന്ത് ചെയ്യും? നമ്മൾ ഉയരത്തിലോട്ട് എത്തുകയും ചെയ്യും. രണ്ടാണ്, ഒരു ജീവിതത്തിൽ രണ്ട് വശങ്ങളുണ്ട്. അത് ഇമ്പോസ്റ്റർ ആണ്, വഞ്ചകനാണ്. അത് വലുതായ നമുക്ക് സക്സസ് തന്നുകൊണ്ട് ഫെയിലോട്ടും, ഫെയിൽ തന്നുകൊണ്ട് സക്സസിലോട്ടും നമുക്ക് നയിക്കുന്ന വഞ്ചകന്മാർ, അല്ലെങ്കിൽ ആട്ടിൻ തോലിട്ട ചെന്നായി. രണ്ട് വശങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത് കവി ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്തോന്നിനാണ്? വിജയവും പരാജയവും, സക്സസ് ആൻഡ് ഫെയിലുവർ. ആൻഡ് ട്രീറ്റ് ദോസ് ടു ഇമ്പോസ്റ്റേഴ്സ് ജസ്റ്റ് ദ സെയിം. നമ്മൾ രണ്ടിനെ ഇമ്പോസ്റ്റേഴ്സ്, ഈ രണ്ടെണ്ണത്തിനും ഏതിനെയാണ്? സക്സസ് ആൻഡ് ഫെയിലുവർ, അതായത് ട്രംപ് ആൻഡ് ഡിസാസ്റ്ററിനെ നമ്മൾ രണ്ടിനെ സെയിം, ഒരേപോലെ കാണുക. ഇഫ് യു ക്യാൻ ബെയർ ടു ഹിയർ ദ ട്രൂത്ത് യു ആർ സ്പോക്കൺ twisted by nose to make trap to tools or wish to things you have your life to broken and stoop the build them to worn out tools. എന്താണ് അവർ പറയുന്നത്? ഈ രണ്ടെണ്ണത്തിന് തന്നെയാണ് അവർ അവിടെ പറയുന്നത്. എന്താണ്? നമ്മൾ ഇതിനെ രണ്ടിനെയും ഒരേപോലെ കണ്ടാൽ, ഇപ്പോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ്, അതായത് ടൂൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സക്സസ് ആവുമ്പോഴത്തേക്ക് നമ്മൾ അഹങ്കരിക്കാതെ അതേപോലെ മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ നമ്മൾ ഒരു ടൈം എന്താണ് ഫെയിലായി, പക്ഷെ നമ്മൾ എന്താണ് ആദ്യം മുതലേ തന്നെ എന്ത് ചെയ്യുക? നമ്മളിപ്പോ പരീക്ഷയ്ക്ക് പഠിച്ചു നന്നവണ്ണം പഠിച്ചു, പക്ഷെ നമ്മൾ ഫെയിലായി. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത്? തളരരുത്. നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ആദ്യം മുതലേ ഫസ്റ്റിൽ നമ്മൾ എന്താണോ ചെയ്തത് ആദ്യം മുതലേ നമ്മുടെ ടൂൾസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ഉയർന്ന് വരിക. അതായത് നമ്മൾ പിന്നെയും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ പഠിച്ച് എന്ത് ചെയ്യുക? ആ ഒരു വിജയത്തിലോട്ട് എത്തുക എന്നാണ് രണ്ടാമത്തെ സ്റ്റേൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നോക്കൂ, ഇതിലാണെങ്കിൽ നമുക്ക് അതിന്റെ റൈമിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നോക്കൂ, മാസ്റ്റർ എ എന്ന് പറയാം, നമുക്ക് അടുത്ത എയിമിനെ നമുക്ക് ബി എന്ന് പറയാം, പിന്നും ഡിസാസ്റ്റർ അല്ലെ, മാസ്റ്റർ ഡിസാസ്റ്റർ, പിന്നും എ ഉണ്ട്, അടുത്ത് എന്താണ്? ബി ആണ് അല്ലെ, സെയും എയും, അപ്പോൾ ബി ആണ്. അപ്പൊ ഇതിൽ വരുന്നത് നിങ്ങൾ എഴുതി ലാസ്റ്റ് നോക്കണം. ആദ്യത്തെ സ്റ്റേൻസിൽ വരുന്നത് നമ്മൾ പറഞ്ഞു എ എ എ എ, അടുത്താണ് ബി സി ബി സി. ഈ രണ്ടാമത്തെ സ്റ്റേൻസിൽ വരുന്ന റൈമിംഗ് വേർഡ് എ ബി സി ഡി എന്ന് പറയുന്നതാണ്. അടുത്ത അങ്ങോട്ടും എല്ലാ ലൈൻസിലും എന്താണ്? ഈ രണ്ടാമത്തെ സ്റ്റേൻസിലുള്ള അതേ റൈമിംഗ് ആണ് വരുന്നത്. അതായത് എ ബി സി ഡി. ആദ്യത്തെ സ്റ്റേൻസ് മാത്രമാണ് എന്തോന്ന് എ ബി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേൻസ് വരുന്നത്. അടുത്ത് വരുന്ന എല്ലാ 3 സ്റ്റേൻസ് നമുക്ക് ഏതാണ് വരുന്നത്? എ ബി സി ഡി എന്ന് പറയുന്ന ആ ഒരു സ്റ്റേൻസിന്റെ റൈമിംഗ് ആണ്. അത് മറന്നു പോകണ്ടാരും. അടുത്ത് നോക്കി. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ വിജയവും പരാജയവും എന്താണെന്നാണ്? ഒരുപോലെ, ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണെന്നാണ് എന്ത് പറയുന്നത്? നമ്മൾ
അതിനെ നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഒന്നിലും നമ്മൾ പരാജയപ്പെടാതെ മുന്നോട്ട് നയിച്ചാൽ മാത്രമേ ഈ ലോകം നമ്മുടേതാവുള്ളൂ, അല്ലെങ്കിൽ ഇവിടെയുള്ള നമുക്ക് നമ്മുടേതായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റുള്ളൂ, നമ്മൾ ഒരു പെർഫെക്റ്റ് മാൻ ആയിട്ട് മാറുകയുള്ളൂ എന്ന് നമ്മുടെ കവി എന്താണ് പറയുകയാണ് ചെയ്യുന്നത്. അടുത്ത നോക്കൂ, മൂന്നാമത്തെ നോക്കിയോളൂ. ഇഫ് യു ക്യാൻ മേക്ക് വൺ ഹീപ്പ് ഓൺ ദ യുവർ വിന്നിങ്സ് and risk it on turn to pitch and toss and lost to start again your beginnings and never breathe a word about your loss. If you can force your heart and nerve once you to serve your turn long after they are gone, and so hold on when there is nothing in you except to will be says to hold on. നോക്കി, ഇതിൽ പറയുന്ന നേരത്തെ പറയുന്നത് അതിന്റെയാണ്. നമ്മൾ എത്ര ഇമേജിനറി, അതായത് നമ്മൾ ഇതിലൊരു ഇമേജിനറി പറയുന്നത് അതാണ് ഹീപ്പ് ഓഫ് ദ യുവേഴ്സ് വിന്നിങ്. നമ്മുടെ സ്വപ്നങ്ങൾ കൂമ്പാരം കൂട്ടുകയാണെങ്കിൽ എന്താണ് നമ്മുടെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ വിജയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഒരു സ്ഥാനക്കയറ്റം അല്ലെങ്കിൽ പണത്തിന്റെ ഇതിലുള്ള വിജയമാവട്ടെ അല്ലെങ്കിൽ പദവി ആവട്ടെ, എന്തായിട്ടാലും നമ്മൾ കൂമ്പാരം കൂട്ടി മുകളിലോട്ട് ഇരിക്കുകയാണെങ്കിലും അതൊരു ഇമാജിനേഷൻ ആണ് അല്ലെ. നമുക്ക് പദവിയൊക്കെ കൂമ്പാരം എന്ന് പറയുന്ന അറിയാമല്ലോ, കുന്നു കൂട്ടാൻ പറ്റത്തില്ല, അതൊരു ഇമാജിനേഷൻ ആണ്. നമ്മൾ കുന്നിന്റെ കൂട്ട് നമ്മൾ ആ ഒരു പണമായിക്കോട്ടെ, ഒരു പണം നമുക്ക് കുന്നോളം കൂട്ടാൻ പറ്റുമോ? കുന്നോളം കൂട്ടി വരാൻ പറ്റും, എല്ലാം ഇടിഞ്ഞു വീഴും അല്ലെ. പക്ഷെ അതൊന്നും നമുക്ക് സംഭവിക്കാൻ പറ്റാത്തതാണ്, അതൊരു ഇമാജിനറിയാണ്, നമ്മൾ നമ്മൾ പറയുന്ന കാര്യമാണ്. അപ്പോൾ അതിലെ ഇമാജിനറി പോർഷൻ എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ഹീപ്പ് ഓഫ് യുവർ കീഫ് ഓഫ് ആൾ യുവർ വിന്നിങ്സ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമ്മൾ എപ്പോഴും ഒരു റിസ്ക് എടുക്കണമെന്നാണ്. റിസ്ക് ടു ടേൺ. നമ്മൾ അത് എന്തൊരു കളി കളിക്കുമ്പോഴും നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പിച്ച് ആൻഡ് ടോസ് എന്ന് പറഞ്ഞ ഒരു കളിയായിട്ടാണ് താരതമ്യം. അതായത് എപ്പോഴും ഒരു ജീവിതത്തിലെ വിജയം പരാജയം അല്ലെങ്കിൽ നമ്മൾ എത്ര കുന്നുകൂട്ടി വെച്ചാലും ഏതെങ്കിലും സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം മുതലേ തുടങ്ങണം, നമ്മൾ ഉയർന്ന് വരണം. അല്ലാതെ അവിടെ വെച്ച് നമ്മൾ ഫ്ലോപ്പായി പോയെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരിക്കലും അതിനെ നിർത്താൻ പാടില്ല. നമ്മൾ ഫസ്റ്റ് നിന്നേ നമ്മൾ എന്ത് ചെയ്യണം? തുടങ്ങണമെന്നാണ് പറയുന്നത്. ദ വേർഡ് അബൌട്ട് യുവർ ലോസ്. അടുത്തത്, ഇഫ് യു ക്യാൻ ഫോഴ്സ് യുവർ ഹാർട്ട് ആൻഡ് നെർവ്. നമുക്ക് നമ്മുടെ ഹാർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയ ഇടപ്പ്, നമുക്ക് പലവിധ സങ്കടങ്ങൾ കൊണ്ട് നമ്മൾ മെന്റലിനെയും ഫിസിക്കലിനെയും പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇങ്ങനെ നമ്മുടെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് വരുമ്പോൾ നമ്മുടെ മെന്റലി നമ്മൾ എന്താണ് ഡൗൺ ആയി പോകും, നമ്മൾ ഫിസിക്കലി നമുക്ക് എന്താണ് ഡൗൺ ആയി പോകും. പക്ഷേ നമ്മളത് ചിന്തിക്കേണ്ടത് നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് മെന്റൽ, നമ്മളെല്ലാം ഫിസിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പറ്റുന്ന എന്താണ്? നമ്മൾ ഹോൾഡ് ചെയ്യണം. എങ്ങനെയാണ്? മെന്റൽ പവർ വെച്ചിട്ട് ഹോൾഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. എന്താണ് ഹോൾഡ് ചെയ്യേണ്ടത്? ടു ഹോൾഡ് ഇൻ വിച്ച് there is nothing in you except you will be says them hold on. നമ്മൾ എന്താണ്? നമ്മുടെ നാഡീ ഞരമ്പുകൾ, നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും സംഭവിച്ചാലോ അല്ലെങ്കിൽ അതുപറ്റി നമുക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചാലോ, നമുക്കത് മറികടങ്ങാനാവാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഹോൾഡ് ചെയ്യണം. എന്തിനാണ്? നമ്മുടെ മെന്റൽ കപ്പാസിറ്റി. ഇത് നമുക്ക് പറ്റും, ഇനി നമുക്കൊരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇനി ഒരു എന്ത് തന്നെ ജീവിതത്തിൽ സംഭവിച്ചാലും നമുക്ക് എന്ത് വേണം? ഒരു മെന്റൽ കപ്പാസിറ്റി. ശാരീരികമായിട്ട് എന്ത് പ്രോബ്ലംസ് ഉണ്ടായിക്കോട്ടെ, മാനസികമായിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടായിക്കോട്ടെ, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക? അതിന് ഹോൾഡ് ചെയ്യണം. നമ്മൾ അതിനെ പിടിച്ചു കയറുക തന്നെ. ആദ്യം മുതൽ നമ്മൾ പിന്നും എന്ത് ചെയ്യണം? നമുക്ക് ഒരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള ഒരു ചിന്താഗതി കൊണ്ടുവരണമെന്നും ആ ഒരു സ്റ്റാൻസിൽ കവി പറയുകയാണ് ചെയ്യുന്നത്. അടുത്ത നോക്കൂ, ഇഫ് യു ടോക്ക് വിത്ത് ക്രൗഡ്സ് ആൻഡ് കീപ് യുവർ വിർച്യു ഓൺ വാക്ക് വിത്ത് കിങ്സ് ഓർ ലോസ് ദ ഹോം ആൻഡ് ടച്ച് ടു rather the enemy foes nor living friends can hurt you if you will men count with you but more name too much if you can fill the one for a minute with 60 seconds worth to distance. നോക്കിയോളൂ, ഇതിൽ എന്താണ് കവി പറയുന്നത്? ഇഫ് യു ടോക്സ് വിത്ത്, നിങ്ങൾ ഒരു സാധാരണക്കാരനായ ആൾക്കാരടുത്ത് സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മൾ ഒരു സാധാരണക്കാരനായ ആൾക്കാരടുത്ത് ഇടപഴകും പോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അവരോട്, സാധാരണക്കാരോട് നമ്മൾ എന്ത് ചെയ്യണം? ഇടപഴകണം. കൂടാതെ നമ്മളൊരു പാവപ്പെട്ട ഒരു രാജാവിനോട് ഇടപഴകും അല്ലെ. നമ്മൾ രണ്ടു തരത്തിൽ, നമ്മളിപ്പോ അത് പറയുന്നത് നമ്മൾ ജാതി പദമേന്യെ അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ചിന്തിക്കാൻ നമ്മൾ എല്ലാവരിടത്തും ഒരുപോലെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ചക്രവർത്തിയോട് ഒരു രീതി, അല്ലാതെ സാധാരണക്കാരെ നമ്മൾ കണ്ടതുപോലെ നടിക്കാറില്ല. അങ്ങനെയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ആരെയും വിവേചനം ചെയ്യാൻ പാടില്ല. നമ്മൾ പാവപ്പെട്ടവനായാലും പണത്തുള്ള ആളായാലും നല്ല കാശുകാരനായിക്കോട്ടെ പാവപ്പെട്ട സാധാരണ ആളായിക്കോട്ടെ, രണ്ടുപേരെ നമ്മൾ എന്ത് ചെയ്യുക? ഒരുപോലെ നിനക്ക് കാണാൻ കഴിയുമെങ്കിൽ, അതേപോലെ നിന്നിലുള്ള ശത്രുക്കൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ എന്താണ്? നിന്റെ ഫ്രണ്ട്സുകൾ തന്നെ നിന്നെ എന്ത് ചെയ്യാം?
എതിർത്തേർക്കാം, എനിമികളായിട്ടുണ്ടായിരിക്കാം. അവരെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഒരു എനിമിയെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാം, പക്ഷേ നമ്മുടെ കൂടെ നിന്ന് ചതിക്കുന്ന ഒരാളെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അത് ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ നമ്മളെ ചതിക്കുന്ന ആൾക്കാരുണ്ടല്ലേ, പിന്നെ നമുക്ക് ഓൾറെഡി നമുക്കറിയാം നമ്മുടെ ശത്രുക്കളാണ്. അപ്പോൾ ഓൾറെഡി അവർ എന്ത് ചെയ്യും? നമ്മളെ എന്തെങ്കിലും പരാജയപ്പെടുത്താൻ വേണ്ടി തക്ക നോർത്തിയിരിക്കും. അപ്പോൾ ഈ രണ്ട് വിഭാഗത്തെയും നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമുക്ക് അവരെ രണ്ടുപേരെയും തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ എന്താണ് നന്നായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. ഒരു നിമിഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പിന്നെ അവരുടെ ചെറിയ തെറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊറുക്കാനും പറ്റണം. എങ്കിൽ മാത്രമേ അവസാന ലൈൻ പറയുന്നത് എന്താണ്? അതിനെ നമ്മൾ ഇത്രയും ശ്രമിക്കുമ്പോൾ അവസാനം ഒരു മിനിറ്റ്സ് എന്ന് പറയുന്ന സമയം, ഇഫ് യു ക്യാൻ ഫിൽ the unforgiving minutes with the 60 second worth of distance run. നമുക്കറിയാം സമയം നമുക്ക് ഒരിക്കലും ഇതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കില്ല. ഞാൻ ഇപ്പൊ ഒരാളോട് തെറ്റ് ക്ഷമിക്കാൻ ഞാൻ പറയാണ്, അയാളടുത്ത് ഞാൻ ഇന്ന് പിണങ്ങിയിട്ടുണ്ട്, നാളെ ഞാൻ പിണക്കം മാറ്റാന്ന് പറയാം. നാളെ എന്ന് പറയുന്ന സമയം നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യോ? ഇല്ല. നാളെ പല കാര്യം, ഇപ്പൊ നാളെ തന്നെ നമ്മൾ ജീവിച്ചിരിക്കണമെന്നില്ല അല്ലെ. അപ്പൊ ആ സമയം അത്രയ്ക്ക് വാല്യൂബിൾ. അപ്പൊ നമ്മൾ അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ചെയ്ത് തീർക്കണം. അല്ലാതെ സമയം നമുക്ക് വേണ്ടി കാത്തിരിക്കുക പറ്റത്തില്ല. അപ്പൊ അതെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്താലും കറക്റ്റ് ടൈമിങ്ങിൽ നമ്മൾ ചെയ്യുക, കറക്റ്റ് ടൈമിൽ ഹോണസ്റ്റി ആയിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ എന്താണ്? പേഷ്യൻസ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. ഇങ്ങനെ പല ഇത്ര സ്റ്റാൻസിൽ മെയിൻ ആയിട്ട് നമ്മുടെ കവി പറയുന്നത് നമുക്ക് കുറച്ച് ക്വാളിറ്റീസ് ആണ്. അത് നമുക്കൊരു കോൺഫിഡന്റ് വേണം അല്ലെ, അതേപോലെ പേഷ്യൻസ് വേണം, ഹോണസ്റ്റി വേണം, പിന്നെന്ത് വേണം? ട്രസ്റ്റ് വേണം, കറേജ് വേണം. ഇതെല്ലാം നമുക്ക് എന്താണ്? നമ്മുടെ ഇതിലെല്ലാം ഉണ്ടെങ്കിൽ, അതായത് പേഷ്യൻസ്, ഒബീഡിയൻസ്, കറേജ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ. ലാസ്റ്റ് പറയുന്നത് ഇതെല്ലാം ഉണ്ടെങ്കിൽ യു സീസ് ദ എർത്ത് ആൻഡ് എവരിതിങ്സ് ഇൻ ഇറ്റ് ആൻഡ് വിച്ച് ഈസ് മോർ യു വിൽ ബി എ മാൻ മൈ സൺ. ഇതെല്ലാം നിനക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ആർ എ പെർഫെക്റ്റ് മാൻ എന്റെ മോഹനെ എന്നാണ് നമ്മുടെ കവി റുട്യാർഡ് കിപ്ലിംഗ് എന്ന് പറയുന്നത്. തന്റെ മകന് എ ഫാദർ അഡ്വൈസസ് ടു ഹിസ് സൺ അല്ലെ, മകന് അദ്ദേഹം എന്ത് ചെയ്ത് അഡ്വൈസ് കൊടുക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിന്നിൽ ഉണ്ടെങ്കിൽ മാത്രമേ യു ആർ എ പെർഫെക്റ്റ് മാൻ ആവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നാണ് നമ്മുടെ ഫേമസ് റൈറ്ററായ റുട്യാർഡ് കിപ്ലിംഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതില് നമുക്ക് ഇത്രയാണ്, അതായത് 8 ലൈൻസ് ആണ്. ഇതിന്റെ റൈമിംഗ് ആണ് ഞാൻ ആദ്യം പറഞ്ഞത്. മനസ്സിലായി? ആദ്യത്തെ 4 ഒന്നാമത്തെ സ്റ്റാൻസ് എ ബി സി. രണ്ടാമത്തെ സ്റ്റാൻസ് തൊട്ട് ബാക്കി 3 സ്റ്റാൻസിലും എ ബി സി ഡി എന്ന് പറഞ്ഞ റൈമിംഗ് വേർഡ് ആണ്. ഇതിലായിട്ട് മെയിൻ ആയിട്ട് നമുക്ക് കുറച്ച് നോക്കി ഇതിൽ മെറ്റാഫർ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് പെർസോണിഫിക്കേഷൻ ഉണ്ട്, ഹൈപ്പർബോൾ. അതായത് മെറ്റാഫർ എന്ന് പറയുന്നത് 2 ഡിഫറെന്റ് തിങ്സുകളെ തമ്മിൽ എന്താണ് ഡയറക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്തിരിക്കുന്നു. ഇപ്പൊ ഹാർട്ട് ഓഫ് ഗോൾഡ്, ഹാർട്ടിന്റെ ഗോൾഡുമായിട്ട് അത് ഹാർട്ട് എന്ന് പറയുന്ന ഒരു ഗോൾഡ് ആണോ? അല്ല. രണ്ടിനെ എന്താണ് കമ്പയർ ചെയ്തിരിക്കുന്നത്? ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിലും നമ്മൾ എന്താണ് ഇപ്പൊ ഇതിന് ഡയറക്റ്റ് ആയിട്ടാണ് ഹാർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയണം. അപ്പൊ ഇതേപോലെ കുറെ മെറ്റഫർ ഇതിലുള്ളത് നമുക്ക് മെറ്റഫർ ആയിട്ട് വരുന്നത്, ഇതിൽ വരുന്ന വാക്കുകൾ മെറ്റഫറില് നമുക്ക് രണ്ട് കാര്യങ്ങൾ. അതായത് നമ്മുടെ ആദ്യം നമ്മൾ പഠിച്ചില്ലേ ഗുഡ് നോട്ട് ടോക്ക് ടു വൈസ്, ആദ്യത്തെ ഇതിൽ തന്നെ ഉണ്ട് നമുക്ക് ഒരു മെറ്റഫർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു 4 സ്റ്റാൻസിലും ഒന്നിൽ നമുക്ക് ഒരു മെറ്റഫർ കാണാറുണ്ട്. അതായത് ഒന്നിനെ നമുക്ക് എന്താണ് ഇതില് ഈ പൊയംസിൽ കുറച്ച് മെറ്റഫർ, അതായത് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും 2 ഡിഫറെന്റ് കാര്യങ്ങളെ ഡയറക്റ്റ് ആയിട്ട് കൂട്ടിയോജിപ്പിക്കും. അങ്ങനെ ഈ കവിതയിൽ കാണാൻ പറ്റും. നിങ്ങൾ സ്റ്റാൻസ്, അതായത് ഈ കവിത എടുത്തു വെച്ചിട്ട് നോക്കുക. അതായത് മെറ്റഫർ എന്ന് പറയുന്ന സംഭവം എന്താണ്? 2 ഡിഫറെന്റ് തിങ്സ് ആർ കമ്പയർഡ് ടു ഡയറക്റ്റ്. മീൻസ് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ ഹാർട്ട് ഓഫ് ഗോൾഡ് അല്ലെ. ഹാർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു മെറ്റഫർ ആണ്. ഇങ്ങനെ കുറച്ച് അടുത്തായിട്ട് പെർസോണിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ നേച്ചറിനെ മനുഷ്യനുമായിട്ട് ബന്ധപ്പെടുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ ഒരു പേന എന്ന് പറയുന്ന ഒരു പേഴ്സണൽ കാര്യമല്ല, ഇതൊരു തിങ്സ് ആണ്. ഈ തിങ്സിനെ ഞാൻ പറയാണ്, അയ്യോ നീ മെലിഞ്ഞു പോയല്ലോ, ഇതിലെന്താണ് നീ കുളിക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഞാൻ എന്താണ് നമ്മുടെ ഇതെന്താ നീ ഇത്ര മെലിഞ്ഞു പോയല്ലോ പേനെ, നിനക്കെന്താ നല്ല ഒരു ക്ലോത്ത് കിട്ടിയില്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കില്ല. അതായത് ഈ ഒരു പേനയെ നമ്മൾ എന്ത് ചെയ്തു? മനുഷ്യന്റെ രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഇമാജിൻ ചെയ്തു അല്ലെ. അതായത് അതാണ് ഇതിന് പറയുന്ന പേരാണ് പെർസോണിഫിക്കേഷൻ, ഗിവിങ് എ ഹ്യൂമൻ നാച്ചർ ടു തിങ്സ്. ഒരു വസ്തുവിനെ നമ്മൾ എന്ത് ചെയ്തു? പേഴ്സണൽ കാര്യങ്ങളുമായിട്ട് നമ്മൾ കൂട്ടിച്ചേർത്ത് പറഞ്ഞു. അത് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഹൈപ്പർബോൾ എന്ന് വെച്ചാൽ എക്സാജറേറ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് നമ്മൾ പറയുന്ന ഇതിലെന്നല്ല നമ്മൾ പറയുന്നത്, എനിക്ക് ഒരു കുതിര തിന്നാനുള്ള വിശപ്പുണ്ട് എന്ന് വെച്ചാൽ ഒരു കുതിരയെ നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കുമ്പോഴത്തേക്ക് അത് നമ്മൾ എന്ത് ചെയ്യും? കഴിക്കുവോ? ഒരിക്കലും ഇല്ലല്ലോ. അപ്പൊ ഇതിനെയാണെന്ന് പറഞ്ഞാൽ ഹൈപ്പർ
ഹൈപ്പർബോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കുറെ വേർഡ്സുകളും കുറെ റൈമിങ്ങും അതേപോലെ കുറെ അപ്രീസിയേഷനും ഒക്കെ എന്തുണ്ട് ഈ ഒരു പോയമിലുണ്ട്. അപ്പൊ അത് നമ്മൾ കുറെ ഈ സ്റ്റാൻസ് ഒക്കെ നിങ്ങൾ ഒന്ന് ടെക്സ്റ്റിൽ എടുത്ത് നോക്കിയിട്ട് അതിനൊന്ന് ഇങ്ങനെ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക. അപ്പോഴത്തേക്ക് നമുക്കിത് ചെറിയൊരു ഇതായതുകൊണ്ട് നമുക്ക് എല്ലാ ക്ലാസ് ഇതിൽ പറയാൻ പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ മാത്രം എന്ത് ചെയ്യുക, നമുക്ക് അതിൽ ചോദിച്ചാൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറഞ്ഞു തരും. ഓക്കെ, നമുക്കിനി ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് മെയിൻ ആയിട്ട് ഇതിൽ ചോദിക്കുന്ന നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ, അതായത് ഇതിന്റെ ഓതറിന്റെ പേരെന്താണ്, അതെന്തായിരിക്കും നിങ്ങൾ പറയുക? റുട്യാർഡ് കിപ്ലിംഗ്സ്. അടുത്ത്, വാട്ട് ഈസ് ദ ടൈറ്റിൽ ഓഫ് ദ പോയം? ഈ പാഠത്തിന്റെ ടൈറ്റിൽ എന്താണ്? ഇഫ്. അത് വാട്ട് ഈസ് ദ തീം ഓഫ് ദ പോയം? ഇതിന്റെ തീം എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ കുറെ ക്വാളിറ്റീസും. തീം എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റീസ് ഓഫ് ഗ്രേറ്റ്നെസ് അല്ലെ, അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് പെർഫെക്റ്റ് മാൻ. ഒരു പെർഫെക്റ്റ് മാൻ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ, ഇത് തന്നെയാണ് ഇതിന്റെ തീം എന്ന് പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ ഒരു പെർഫെക്റ്റ് ഒരാൾക്കുണ്ടായിരിക്കേണ്ട ഗ്രേറ്റ്നെസ്, മഹത്വം. രണ്ട് നമുക്ക് എന്താ ഒരു തീമായിട്ട് പറയാം ഈ ഒരു കവിതയിൽ. എന്തായിരിക്കും? ഒരു ക്വാളിറ്റീസ് അല്ലെങ്കിൽ തേം എന്ന് പറയുന്ന ക്വാളിറ്റീസ് ഓഫ് എ പെർഫെക്റ്റ് മാൻ, അല്ലെങ്കിൽ ക്വാളിറ്റീസ് ഓഫ് എ ഗ്രേറ്റ്നെസ്, മഹത്വത്തിന്റെ ഒരു ഇതായിരിക്കും. അല്ലെങ്കിൽ എന്താണ്? പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മാനിന്റെ ഗ്രേറ്റ്നെസ്. ഇതൊക്കെ ആയിരിക്കും ഇതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. അത് നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും. പിന്നെ ഇതില് ആരെക്കുറിച്ച് അല്ലെങ്കിൽ ആരെക്കുറിച്ച് പറയുന്നതായിട്ടാണ് പറയുന്നത്? ഇത് പോയം, അല്ലെങ്കിൽ ഒരച്ഛൻ മകനെ കുറിച്ച് എന്ത് ചെയ്യുന്നു? മകനെ കുറിച്ച് മകന് കൊടുക്കാനുള്ള അഡ്വൈസ് അല്ലെ, അതാണ് ഇതിന്റെ ഒരു അതിന്റെ സമ്മറിയിൽ വരുന്നത്. അടുത്ത നോക്കിക്കോ, ഇതിൽ 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നോക്കിക്കോ. ഇതിൽ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇമ്പോസ്റ്റർ? വൈ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ? നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഈ വേർഡ് ഇമ്പോസ്റ്ററിന്റെ വേർഡ്? വൈ ഈസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ? എന്തുകൊണ്ടാണ് അതിനെ ട്രയംഫ് ആൻഡ് ഡിസാസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന്. The word impostor refers to someone or something that deceives or misrepresents itself, often pretending to something it's not. അല്ലെ, നമുക്കറിയാം ഒന്നിനെ അല്ലെങ്കിൽ ഒന്നിനെ കുറിച്ച്, ഒന്നിൽ മറഞ്ഞിരിക്കുന്ന ഒന്ന്, അല്ലെങ്കിൽ ഒന്നിൽ നിന്ന് നമുക്ക് കണ്ടെടുക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് എന്തെന്ന് പറയണ ഇമ്പോസ്റ്റർ. മീൻസ് വഞ്ചകൻ, അല്ലെങ്കിൽ ഒന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സംഭവം, അത് തന്നെയാണ്. In the poem, triumph and disaster are described as impostors because they can both be misleading. എന്താണ് ഇമ്പോസ്റ്റർ എന്ന് പറഞ്ഞാൽ? എന്താണ്? ട്രംഫ് ആൻഡ് ഡിസാസ്റ്റർ, വിജയ പരാജയങ്ങളാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന വഞ്ചകർ. അതായത് ട്രംഫ് ക്യാൻ ബി മാൻ ഓവർ കോൺഫിഡന്റ് വിത്ത് ഡിസാസ്റ്റർ ക്യാൻ ബി demoralized. The poet advises treating them both the same to getting carried away the either entrance. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഒരു ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന രണ്ട് ഡിസാസ്റ്റർ, അല്ലെങ്കിൽ നമ്മുടെ ഇമ്പോസ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ട്രംഫ് ആൻഡ് ഡിസാസ്റ്റർ ആണ്. രണ്ട് ഒരു ഇമ്പോസ്റ്റർ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ട്രംഫ് ആൻഡ് ഡിസാസ്റ്റർ ആണ്. ഇത് വിജയം, സക്സസ് ആൻഡ് ഫെയിലിയർ എന്നതുകൊണ്ടാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒരു ജീവിതത്തിലെ വിജയ പരാജയങ്ങൾ രണ്ടും ഉണ്ടാവും. നമ്മളെ വഞ്ചിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു വഞ്ചകനാണ് എന്തോന്ന് പറയുന്നത്? ഡിസാസ്റ്റർ ആൻഡ് ട്രംഫ്. നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് യു ക്യാൻ കീപ് യുവർ ഹെഡ് when all about you are losing there and blaming it on you, what does the point mean by keeping or losing one's head? നമുക്കറിയാം, കീപ്പിംഗ് യുവർ ഹെഡ് ഈസ് ദ പോയം മീൻസ് മെയിൻറ്റെയിനിങ് കമ്പോഷർ ആൻഡ് സ്റ്റേയിങ് കാം ടു ഫേസ് ചാസ് അഡ്വേഴ്സിറ്റി. വെൻ ലോസിംഗ് ഓൺസ് ഹെഡ് ഇംപ്ലൈസ് സക്കംബ്ലിംഗ് ആൻഡ് പാനിക്, കൺഫ്യൂഷൻസ് ഓർ ഇറേഷണൽ ബിഹേവിയർ. ഇത് നമ്മളെ ബ്ലെയിം ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുന്നു, ബ്ലെയിം ചെയ്യുന്നു, നമ്മളെ കുറ്റപ്പെടുത്തുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു കുറ്റവും ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ നമ്മൾ കോൺഫിഡന്റോട് നമ്മൾ തന്നെ നമ്മൾ ഹിംസെൽഫ് ബിലീവ് ചെയ്താൽ എന്താണ്? നമുക്കിതില് ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് തല ഉയർത്തി പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ സാധിക്കും അല്ലെ. നമുക്കൊന്നും നഷ്ടപ്പെടും. നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കണം? ബിലീഫ്, വിശ്വാസം, ട്രസ്റ്റ് നമ്മൾ ഉണ്ടായിരിക്കണം. അല്ലാതെ നമ്മൾ എന്താണ് പാനിക് ആവേ, നമ്മൾ അതിൽ കൺഫ്യൂഷൻ ആവേ നമുക്ക് സ്വന്തമായിട്ട് ഒരു വിശ്വാസം ഉണ്ടാവണമെങ്കിൽ നമുക്ക് അറിയാലേ. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷന്റെ ആവശ്യമല്ല. കൺഫ്യൂഷൻ എപ്പോഴാണ് വരുന്നത്? നമ്മൾ ശരിയാണോ തെറ്റാണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ശരിയാണോ, പറയുന്നത് തെറ്റാണോ എന്ന് നമുക്ക് ഉണ്ടെങ്കിലാണ് കൺഫ്യൂഷൻ വരുന്നത്. അവിടെ നമുക്ക് സ്വന്തം നമ്മൾ വിശ്വാസമില്ല. ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറയാണ്, നീ പറഞ്ഞത് അതല്ലേ, അപ്പോൾ എനിക്ക് തന്നെ ഞാൻ പറഞ്ഞത് അതല്ലേ, ആണോ അല്ലേ, ശരിയാണോ? ഇന്ന് എനിക്ക് തന്നെ ഓൾറെഡി ഒരു കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ എനിക്ക് എന്താണ്, എന്നിൽ വിശ്വാസമില്ല. പക്ഷേ അയാൾ ചോദിക്കണം, നീ അങ്ങനെ പറഞ്ഞു. അപ്പൊ നമുക്ക് പറയണം, ഉറപ്പുണ്ടായിരിക്കണം, കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് പറയണം, ഇല്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇയാൾക്ക് തെറ്റുപറ്റിയത്, ഞാൻ വെൽ കോൺഫിഡന്റ് ആണ്, ഞാൻ പറഞ്ഞതിൽ എനിക്ക് വിശ്വാസമുണ്ട്, ഐ ആം വെൽ കോൺഫിഡന്റ് ആൻഡ് ഞാൻ പറഞ്ഞത് എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ അതിൽ നമുക്കൊരു എന്തുണ്ടായിരിക്കണം, വിശ്വാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. Why should a person not have people who count with them too much? The poet advises against having people who count with too much because the warning against became
overly dependent on others to overly influenced by their opinion, relying too heavily on anyone can compromise one's independence and decision making. ഇതിൽ നമ്മൾ പറയുന്നത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ എങ്ങനെയാണ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിലോട്ട് ഉയർന്നു വരാൻ നമുക്കൊരു അഡ്വൈസ് കൊണ്ട് ഒരു പോയം നമുക്ക് തരുന്ന പോയറ്റ് എന്തൊക്കെ അഡ്വൈസ് ആണ് നമുക്ക് തരുന്നതെന്നാണ്. ദ പോയം അഡ്വൈസസ് അഗൈൻസ്റ്റ് ഹാവിംഗ് പീപ്പിൾ ടു കൗണ്ട് വിത്ത് ടു മച്ച് ബിക്കോസ് വാണിംഗ് ടു അഗൈൻസ്റ്റ് ബിക്കം ഓവർലെഡ്. നമുക്കറിയാം നമ്മുടേതായ നമുക്ക് വേറൊരാളെ ഒപ്പീനിയൻ അനുസരിച്ച് അല്ലെങ്കിൽ ഒരാളുടെ ഇൻഫ്ലുവൻസ് അനുസരിച്ച് നിന്നാലേ നമ്മൾ എന്താണ് ഡിപ്പെൻഡ് ആവത്തില്ല അല്ലെ. നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ നമ്മുടേതായ ഒപ്പീനിയൻസ്, നമുക്ക് നമ്മുടേതായ വിശ്വാസം, നമുക്ക് നമ്മുടേതായ ഒരു കറേജ്, നമുക്ക് നമ്മുടേതായ ഒരു ഹോണസ്റ്റ്, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡിപെൻഡന്റ് ആക്കാൻ പറ്റും. ഒരാൾ അഡ്വൈസ് തന്നെന്ന് വെച്ചോ അല്ലെങ്കിൽ ഒരാൾ അഡ്വൈസ് തരാതിരുന്നെന്ന് വെച്ചോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടേതായിട്ട് മുന്നോട്ട് വരാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെല്ലാം ഓവർലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദെയർ ഒപ്പീനിയൻസ്, relying too heavily to anyone for compromise one's independence and decision making. നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ മേക്കിങ്സ് അല്ലെങ്കിൽ നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ആരുടെ ഒപ്പീനിയൻ അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾക്ക് എന്ത് ചെയ്യാം, അതില്ല വേണ്ട അഡ്വൈസ് കേൾക്കാൻ്റെ ഉള്ള അത് നമുക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്താണ് അവർ നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുക? നിരീക്ഷിക്കുകയെങ്കിലും ചെയ്യണം. അടുത്ത, what does the poet mean when he says not make dream our master? നമ്മൾ നേരത്തെ പറ്റി ഡ്രീമിനെ കുറിച്ച്, when the poet says and not make dream your master, that means that one should not let their dreams or ambitions completely control and dedicate their life. It's important to pursue dreams, but not to the extent that they become obedience to hinder practically and balance in life. നോക്കൂ, ഇതെന്താ നമ്മൾ നേരത്തെ പറഞ്ഞു, പോയറ്റ് പറയുകയാണ് നമുക്ക് സ്വപ്നം കാണാം, പക്ഷേ ഡ്രീംസ് ഓൺ യുവർ മാസ്റ്റർ ഒരിക്കലും നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണല്ല, നമുക്ക് ഒരിക്കലും ഒരു മാസ്റ്റർ, നമ്മുടെ ഡ്രീം, നമ്മുടെ സ്വപ്നം ഒരു മാസ്റ്റർ ആവാൻ പാടില്ല. ഇറ്റ് മീൻസ് ദാറ്റ് വൺ ഷുഡ് നോട്ട് ബി ഡ്രീംസ് ടു അംബിഷൻ കംപ്ലീറ്റ്ലി ടു ഡെഡിക്കേറ്റ് ലൈഫ്. നമ്മൾ ആ ഒരു ഡ്രീം കാണണമെങ്കിൽ നമ്മുടെ അംബിഷൻസ് എന്താണ്? ഫുൾഫിൽ ചെയ്യണം അല്ലെ. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം, അല്ലാതെ അതൊരു ഡ്രീമായിട്ട് തന്നെ അവശേഷിപ്പിക്കാതിരിക്കുക. നമ്മൾ സ്വപ്നം കാണാം, നമുക്ക് ഒരുപാട് സ്വപ്നം കാണാം, പക്ഷേ ആ സ്വപ്നം നമ്മുടെ ഭരിക്കരുത്, നമ്മളെ മാസ്റ്റർ ആവില്ല. എന്നാൽ ഒരു സ്വപ്നം ചെയ്യാൻ പറയല്ലേ, നീ അവിടെ സ്വപ്നം കണ്ടോണ്ടിരുന്ന എന്തെങ്കിലും നേടിയോ? ഇല്ല. അപ്പൊ നമ്മളൊരു സ്വപ്ന ജീവി ആവാതിരിക്കുക. നമ്മൾ സ്വപ്നം കാണുന്നത് നല്ലതാണ്, അതിനുവേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ അംബിഷൻസിലോട്ട് കടന്നു വരിക. അതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ലാസ്റ്റ് അടുത്ത് പറയുന്നുള്ളത്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ, ഷുഡ് ബി ആക്ച്വലി റിസ്ക് ഓൾ അവർ വിങ്ലിങ്സ് ഇൻ ടു ഗേവ് ടു പിച്ച് ആൻഡ് ടോസ് ഓർ ഇറ്റ് ഈസ് എ മെറ്റഫർ? നോക്കിക്കോളൂ, ഇത് നമ്മളിപ്പം പഠിച്ച മെറ്റാഫർ എന്ന് പറയാൻ നമ്മൾ പഠിച്ചെന്താ? മെറ്റാഫർ എന്ന് പറഞ്ഞാൽ ടു ഡിഫറെന്റ് തിങ്സ് ഓഫ് കമ്പയർഡ് ടു. ഇതില് ടോസ്, പിച്ച് ആൻഡ് ടോസ്, ദിസ് ഈസ് എ മെറ്റഫർ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്താണ്? ഹേർട്ട് ഓഫ് ഗോൾഡ്. അതേപോലെ പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്ന ഒരു മെറ്റഫർ ആണ്. ദി ഐഡിയ ഓഫ് റിസ്കിങ് ആൾ യുവർ ബില്ലിങ്സ് ടു ദ ഗെയിം ഓഫ് പിച്ച് ആൻഡ് ടോസ് ഈസ് എ മെറ്റഫർ. ഓക്കെ, അതൊരു നമ്മൾ റിസ്ക് ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു കളി പോലെയാണ്. നമ്മളൊരു കളി കളിക്കുമ്പോഴത്തേക്ക്, ഒരു ഗെയിം കളിക്കുമ്പോൾ അതില് തോൽവിയും പരാജയം ഉണ്ടാവും അല്ലെ. അപ്പൊ അത് നമ്മൾ എന്താണ്? അതൊരു മെറ്റഫർ ആയിട്ടാണ് ഇതിൽ കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് മീൻ ടു ബി എ ടാക്ക് ലിറ്ററേറ്റ് ടു അതർ സിംബലൈസസ് the concept of taking significant risk or chances in life. The poet is encouraging with willingness to risk everything into the pursuit of goal on in your face and adversity. കണ്ടോ പറയുന്നേ? അതായത് കളി, അതായത് ഈ പിച്ച് ആൻഡ് ടോസ് എന്ന് പറയുന്ന ആ ഒരു കളി എന്ന് പറയുന്ന നമ്മുടെ ഏണിയും പാമ്പും പോലത്തെ ഒരു കളിയാണ് പിച്ച് ആൻഡ് ടോസ്. അപ്പോൾ ഇതില് ജീവിത പരാജയങ്ങൾ നമ്മൾക്ക് എപ്പോഴാണെങ്കിലും ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഇറക്കം അല്ലെങ്കിൽ ഒരു കയറ്റം അല്ലെങ്കിൽ ഒരു ഇറക്കം ഉണ്ടായിരിക്കാം. അത് നമ്മൾ മെറ്റഫർ ആയിട്ടാണ് കണക്കാക്കുന്നത്. അതായത് എന്താണ്? ഡിഫറെന്റ് തിങ്സിനെ നമ്മൾ കമ്പയർ ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ജീവിതം എന്ന് പറയുന്ന ഒരു കളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കമ്പയർ ചെയ്തിരിക്കുന്നത്. രണ്ടും രണ്ടായിട്ട് പക്ഷെ ഒന്നായിട്ട് നമ്മൾ പറയുന്നുണ്ട് അതില്ലേ. കളിക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും ജയിക്കും അല്ലെങ്കിൽ പരാജയപ്പെടും. അതുപോലെ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതിലൊക്കെ സാറ്റിസ്ഫൈഡ് ആൻഡ് സക്സസ്ഫുൾ ആയിരിക്കും. അല്ലാതെ നമ്മൾ ആ ഒരു റിസ്ക് എടുക്കുന്നില്ല. നമുക്ക് റിസ്ക് എടുക്കണം. റിസ്ക് എടുത്താൽ മാത്രമേ ഒരു ജീവിതത്തിൽ നമുക്കൊരു മുന്നേറ്റം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതാണ് കവി പറയുന്നത്. നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് എൻകറേജ് ചെയ്യുന്ന നമ്മുടെ പോയിട്ട് എൻകറേജ് ചെയ്യണം. എന്താണ്? the willingness to risk everything to pursue a goal in your face and adversity. കണ്ടോ? നമ്മൾ റിസ്ക് എടുത്താൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവത്തുള്ളൂ അല്ലെ. നമ്മുടെ ആ റിസ്കിൽ നിന്ന് മാത്രമേ നമുക്ക് എപ്പോഴും ഒരു ജീവിതത്തിലുള്ള ഉയർച്ച ഉണ്ടാവത്തുള്ളൂ എന്നാണ് കവി പറയുന്നത്. ഓക്കെ അല്ലേ? ഇതൊരു അതിമനോഹരമായ ഒരു കവിതയാണ്. നിങ്ങൾ എല്ലാവരും ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ. അല്ലെങ്കിൽ തന്നെ ഇപ്പോ ടെക്സ്റ്റ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ PDF എടുത്ത് നോക്കാം. ഇതിന്റെ സ്റ്റാൻസ് ആണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് 2 പ്രാവശ്യം വായിക്കുമ്പോൾ ഈ ഒരു ഐഡിയ കിട്ടുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഒരു മകന് അച്ഛൻ കൊടുക്കുന്ന ഉപദേശം, ചെയ്യണം എന്നല്ല എങ്കിൽ നീ ഇങ്ങനെ ആകുമായിരുന്നു ഉള്ള ഒരു ഉപദേശമാണ്.
ഇതില് നമുക്ക് ഇങ്ങനത്തെ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ റൈമിങ്ങിന്റെ ചോദിക്കാം, ചിലപ്പോൾ ഇതിൽ മെറ്റഫർ ഏതെന്ന് ചോദിക്കാം, ചിലപ്പോൾ ഇതിൽ ഇമേജിനറി പോർഷൻസ് ഏതെന്ന് ചോദിക്കാം, ചിലപ്പോൾ പേഴ്സോണിഫിക്കേഷൻ ഏതെന്ന് ചോദിക്കാം. ഇതൊക്കെ ഏതാന്നൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ എഴുതാം. ഇത് പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ നമുക്ക് TMA പോർഷൻ വെക്കേണ്ട ഈ മാസം, അതായത് നമ്മുടെ ജനുവരി 31 പക്ഷെ നീട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത മാസം ഏകദേശം 27 ആണെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്ക് നമുക്ക് TMA വെച്ചാൽ മതി. അപ്പൊ എല്ലാവരും മറക്കാതെ എന്ത് ചെയ്യുക, TMA ഒക്കെ വയ്ക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. PCP ക്ലാസ് ഒക്കെ എല്ലാവരും അറ്റൻഡ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു. ഉടനെ തന്നെ നമുക്ക് അടുത്ത മാസം പ്രാക്ടിക്കലിന്റെ ക്ലാസ്, അതായത് ലാംഗ്വേജിനല്ല ഇംഗ്ലീഷിൽ, അല്ലാതെ സയൻസ് ഗ്രൂപ്പ് കുട്ടികൾക്കും കമ്പ്യൂട്ടർ കുട്ടികൾക്കും ഒക്കെ എന്താണ് നമുക്ക് പ്രാക്ടിക്കലിന്റെ എക്സാംസ് ഒക്കെ ഉടനെ, അതായത് ഫെബ്രുവരി ഒക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക്, ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റോട് കൂടെ അവർക്ക് എക്സാം ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ടൊന്ന് പഠിച്ചു നോക്കുക. നല്ല വിജയം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് അടുത്തതായിട്ട് ഒരു തിയറി പോർഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു.